എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? നിങ്ങൾക്ക് ആ രമണിയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ഒരു ബന്ധവുമില്ല. പക്ഷെ അവള് എന്നും തൊഴിലുറപ്പിന് ഇട്ടോണ്ട് വരുന്നത് നിങ്ങളുടെ ശത്രു. എത്ര കാമുകനുണ്ട് മനുഷ്യ? എത്ര കാമുകനുണ്ട്? ഇല്ല ഇല്ല. എന്തില്ലെന്ന് ഞാൻ അതിൽ എണ്ണീറ്റില്ല. അയ്യോ, അല്ലേലും നിങ്ങൾക്ക് 7 വരെ അല്ലേ എന്നാലും അറിയത്തുള്ളൂ. എടി സത്യമായിട്ട് ഞാൻ ന്യൂ ഇയർ തൊട്ട് നന്നായി. ഈ 2024 ജനുവരി 1 തൊട്ട് ദാ ഇന്ന് വരെ ഒരൊറ്റ പെണ്ണുങ്ങളെ ഞാൻ കമന്റ് അടിച്ചിട്ടില്ല, അറിയോ? 2023 ഡിസംബർ 31 അപ്പറേ വീട്ടിലെ ജാനകി ഇവിടെ വന്ന് നിങ്ങളുടെ നാക്കും പല്ലും കൂടെ കൂട്ടി ഇടിച്ചിട്ട് ഇന്നലെയല്ലേ എന്റെ സ്റ്റിച്ച് ഊരി എടുത്തത്. നിങ്ങളെ ഈ ഉടായിപ്പൊന്നും എന്റെ അടുത്ത് നടക്കൂല അമ്പാനെ, എന്റെ അടുത്ത് നടക്കൂല. നിങ്ങൾ എവിടെ പോയി 6 മാസം എന്ന് പറയാതെ നിങ്ങളെ ഈ കുടുംബത്ത് കയറ്റുന്ന എന്റെ കൊച്ചിനെയും കാണിക്കൂല. ഞാൻ ഇറങ്ങിക്കോ എന്റെ കുടുംബത്തിന്. കൊച്ചിനെ കാണിക്കത്തില്ല. ഇല്ല. അപ്പൊ കൊച്ചിനെ എന്നെ കാണണ്ടേ? വേണ്ട. നിനക്കും എന്നെ കാണണ്ട. എന്തിന്? നിനക്കും എന്നെ വേണ്ട. വേണ്ട. അങ്ങനെയുള്ള ഒരുത്തൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അയ്യോ സന്തോഷം. ഞാൻ കുരുക്കുട്ടിയാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ ചാവണം. ഞാൻ വേലിക്കപ്പുറത്തേക്ക് നക്കേ. വേലിക്കപ്പുറത്തേക്ക് ചക്കയോ? അക്കേ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. അയ്യോ, അവിടെയൊക്കെ അത്രയും ആണുങ്ങൾ നിൽക്കണു, അത് കണ്ടില്ല. അക്കേ മാത്രം. എവിടെയാണ് 2 മാർക്ക്? അത് 2 മാർക്ക് എവിടെയെന്ന്? അതെനിക്ക് ആ ഒരു പ്രോബ്ലം മാത്രം ഭയങ്കര ടഫായിരുന്നു. എടി ഡൗട്ട് ഉള്ളത് ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അതിനല്ലേ നിന്നെ ഇവിടുന്ന് സ്കൂളിലേക്ക് വിടുന്നത്. എന്നാ എനിക്കത് അമ്മയൊന്ന് പറഞ്ഞുതരോ? ഞാനെങ്ങനെ പറഞ്ഞേ? ഞാൻ മലയാളം ടീച്ചറല്ലേ, ഇത് മാത്സ് അല്ലേ. ഓ, നിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടണ ആ മറ്റേ കൊച്ചില്ലേ, എന്താ അതിന്റെ പേര്? ദേവപ്രിയ. ആ, അതിന് എത്ര മാർക്ക് ഉണ്ട്? അവൾക്ക് ഫുൾ മാർക്ക് ഉണ്ട്. ഒന്നൂത്തി പഠിക്കണം, സ്കൂളിലേക്കാന്നും പറഞ്ഞ് ഇറങ്ങും. നിന്റെ ടീച്ചറെ ഞാൻ വിളിക്കട്ടെ, അറിയണല്ലോ നീ ഇവിടുന്ന് എന്തിനാ പോണേന്ന് അറിയണല്ലോ. അല്ല, സംശയം പറഞ്ഞു കൊടുക്കാൻ സമയം ഇല്ലേന്നും എനിക്കൊന്ന് ചോദിക്കണം. എന്തിനാ എന്നെ വിളിച്ചത്? മോളെ, ഇന്ന് വരെ കേരളത്തിൽ ഒരു കാമുകന്മാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കണം. അയ്യോ, അങ്ങനെ ഒരു വഴി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ലോ മോളെ, ഒരു വെറൈറ്റി. ഇതുവരെ ആരും പോകാത്ത രീതിയിൽ എന്റെ യാത്ര ഞാൻ ആഗ്രഹിക്കുന്നത് ട്രെയിനിലൂടെയാണ്. ട്രെയിൻ സാധാരണ തുരങ്കമൊക്കെ ഉള്ള ട്രെയിൻ ഉണ്ടല്ലോ. അതെന്തിനാ ചേട്ടാ തുരങ്കം വഴി പോകുന്നു? തുരങ്കമാകുമ്പോ കുറച്ചു നേരം ഇരുട്ടുണ്ടല്ലോ. അയ്യോ, അതിപ്പോ കോട്ടയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല, കുറച്ച് നേരം ഇരുട്ട് കിട്ടണം. അതിപ്പോ കൊങ്കൺ റെയിൽവേ ഉണ്ട്. കൊങ്കൺ റെയിൽവേ അപ്പൊ കുറച്ച് സമയം ഇരുട്ട് കിട്ടുന്നില്ലേ? ഒരു നഗ്ന സത്യം ഞാൻ എനിക്ക് മോളോട് ഇരുട്ടത്ത് പറയണം. അതെന്തിനാ ഇരുട്ടത്ത് നഗ്ന സത്യം പറയുന്നത്? നഗ്ന സത്യം പറയാൻ ഏറ്റവും നല്ലത് ഇരുട്ടാണ് മോളെ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റൂട്ട് പിടിച്ചത്. ആണോ? ഓക്കേ. ഞാൻ ഫുൾ ടൈം വിദേശത്താണല്ലോ, അപ്പൊ ഞാൻ അവിടുന്നാണ് എന്റെ എല്ലാതും പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു 25,000 രൂപയുടെ ടൂട്ടസ് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ടൂട്ടസിൽ മഷി തയ്ക്കണോണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ടൂട്ടസ് ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. ഇതൊക്കെ ആരോട് പറയണ്? എന്റെ മനുഷ്യ നെയിൽ പോളിസ്റ്റർ. അല്പസമയം ബ്രേക്ക്. അത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂട്ടുകാരികൾ കാണൂലേ? സന്ധ്യ, ബീനു, ഗീതു, രജു, അങ്ങനെ ഒരു കൂട്ടുകാരനാണ് അമ്മയുടെ ഒരു കൂട്ടുകാരൻ. എനിക്ക് ഉണ്ടാകുമ്പോ ഇങ്ങനത്തെ കൊറേ കൂട്ടുകാര്. അയ്യോ, അച്ഛാ, അതെ അമ്മേന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു. കുളിക്കാനൊരു വെള്ളം വരും. ഏത് കൂട്ടുകാരടി വന്ന്? കൂട്ടുകാരൻ വന്നു പറഞ്ഞു. അടുക്കളയിൽ ഏത് കൂട്ടുകറി ഉണ്ടാക്കുന്നു നല്ല മണമെന്ന് മോള് പറയുകയായിരുന്നു. അല്ല അച്ഛാ, ഈ മാവൻ അമ്മയും കൂടെ സംസാരിച്ച്. അവനെന്താന്ന് പറഞ്ഞു? അതെ, ആ പുള്ളിക്കാർ അരിഞ്ഞോണ്ടിരിക്കുന്ന പടവലിങ്ങ ഉണ്ടായിരുന്നു. അവരെ വീട്ടിൽ അതില്ല. അപ്പൊ ഇവിടുത്തെ കറി വെച്ച് തീരെയെങ്കിലും കൊടുത്തു വിടുമെന്ന്. കൊണ്ടുപോകാൻ നമ്മളെ മുതലാളിച്ച സ്വന്തക്കാരാണെന്നുള്ള സ്നേഹം കൊണ്ട് എടുത്ത് ചോദിച്ചത്. ഞാൻ ഇങ്ങനെ പറയും, നമ്മളെ വീടല്ലല്ലോ. ഞാൻ എന്താ പറയാ, ഇങ്ങനെ ഒരു കിഴങ്ങ്. മോളെ, ബോംബെ ബോംബെ എന്ന് കേട്ടിട്ടുണ്ട്? ഇപ്പൊ മുംബൈ എന്ന് പറയും. അയ്യോ, അത് ഞാൻ പറയേണ്ട സംഭവമാണ്. അത് മുമ്പേ കയറി അടിച്ചല്ലേ. അവിടെ താരാളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ധാരാവി, അതും കേട്ടിട്ടുണ്ട്. അല്ല, ഈ അറിയാൻ പാടത്ത് ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാ? എന്തിനാ? ഒരു കിടുക്കൻ കഥ ഞാൻ പറഞ്ഞുതരാം. തമ്പുരാൻ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അവിടുത്തെ ഒരു ചേരി ഒരൊറ്റ രാത്രി നിന്ന് ഒഴിച്ചിട്ടുണ്ട്. വൃത്തിയേട് അതല്ലെന്ന്, ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആ എന്നെ സംബന്ധിച്ചോളം എന്താ? ആ എന്നെ സംബന്ധിച്ചോളം അതെന്തുവാ? അത് അവിടെ മാത്രമുള്ള സംഭവമാണ്. ഈ ചോളം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം, ഗംഭീര സാധനമാണ്.